പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, വീണ്ടും ഒരു പുലരി തന്നതിനെ അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിന്റെ സമാധാനവും പ്രത്യാശയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് 9 വട്ടം ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ കാണുന്നുണ്ട്. അമ്മയെ വിളിച്ചപേക്ഷിച്ച ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടാതിരുന്നിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കൃപയുടെ സങ്കേതമായ കൃപാസനം മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായി നിൽക്കുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എന്റെ ഈ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ഈ ആവശ്യം അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസന മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ ഈ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകമായ ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസന മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. കൃപാസനം മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസനം മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസന മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ ഈ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസന മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ ഈ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക ആവശ്യം ഇപ്പോൾ സമർപ്പിക്കുക. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസനം മാതാവേ,
അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ ഈ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിലെത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസനം മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ ഈ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. മാതാവി, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായി മാറിയ എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിലെത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ മാതാവി, അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ എളിയവളായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസനം മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാകരമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. കൃപയുടെ സങ്കേതമായ കൃപാസന മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ എളിയവനായി ഓടിയെത്തുന്നു. ദൈവകൃപയാൽ നിറഞ്ഞ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയാകുന്ന അമ്മേ, അമ്മയുടെ കരുണാദ്രമായ തണൽ എനിക്ക് നൽകണമേ. അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കുന്ന കൃപാസനം അമ്മേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ പ്രത്യേക നിയോഗം അമ്മയുടെ തൃപ്പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകമായ ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാം. കൃപാസന മാതാവേ, ഞാൻ സമർപ്പിച്ച എൻ്റെ ഈ നിയോഗം ദിവ്യകുമാരനായ ഈശോയുടെ അമ്മയായ മറിയമേ, എൻ്റെ ആവശ്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹം നേടിത്തരണമേ. ആമേൻ. മരിയൻ ഉടമ്പടി പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദകര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ച ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദകര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കൽ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിൽ തിങ്കളാഴ്ചയിൽ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്ക് എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ ചൊവ്വാഴ്ചയിലെ മഴയിൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിറങ്ങി. മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വാഗ്ദത്തിയിരിക്കുന്നു. അവിടെ നിന്നും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ഞാൻ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവിൽ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമുക്ക് നമ്മുടെ നിയോഗം സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.